ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ളോഗ്. ഇന്ന് 11:30 മുതലാണ് ഞാൻ പഠിക്കാനിരുന്നത്. അതിൻ്റെ മുന്നേ കുറച്ച് ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ, പക്ഷേ വീഡിയോ എടുക്കണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചതൊരു സ്റ്റഡി വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. കാരണം എഡിറ്റൊക്കെ ചെയ്തിരുന്ന് ഇനിയും സമയം പാഴാക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇടുന്നതൊക്കെ കുറച്ചിട്ടുണ്ട്. ഇനി പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇനി പെട്ടെന്ന് വരുന്ന എക്സാം ഒന്ന് കഴിയുന്ന വരെ ചെറിയ രീതിയിലുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പഠിച്ചതും പഠിക്കാത്തതും എല്ലാം ഒരു അവിയൽ പരുവത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. അത് SCERTയിലെ വേൾഡ് ഹിസ്റ്ററിയാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഒരു തവണ വായിച്ചൊക്കെ പോയതാണെങ്കിൽ എനിക്ക് ഒന്നും തന്നെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാത്തതുകൊണ്ട് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് റിവൈസ് ചെയ്യാതെ പോവുക എന്നത്. റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് മൈൻഡിൽ ഉറപ്പിച്ച് വെച്ചിട്ട് മാത്രമേ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകാവുള്ളൂ. ഞാൻ ചെയ്യാത്ത കാര്യമാണ്, എൻ്റെ അബദ്ധമാണ്. എന്നാലും ഞാൻ പറയണേ, അങ്ങനെ എന്നാൽ ഒരു 4 തവണ ആ കാര്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മൈൻഡിൽ അത് സെറ്റാണ്. പിന്നെ നമ്മളത് മറന്നു പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി കുറച്ച് നോക്കി, കറക്റ്റ് 10-11 പേജാണ് SCERTയിൽ അതുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അത് ഒരു തവണ നോക്കിയാൽ ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ സെറ്റാക്കാം. നമ്മൾ ഇത്ര വായിക്കുന്ന അത്രത്തോളം നമുക്ക് അത് വീണ്ടും ഓർമ്മ മീൻസ് ക്ലിയർ ആയിട്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കുമല്ലോ. അത് നോക്കിയിട്ട് പിന്നെ ഞാൻ മോൾക്ക് കുറുക്ക് കൊടുത്തു. അപ്പോൾ അവളെ വാക്കറിലൊക്കെ ഇരുത്തി ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ കുറുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആ സെറ്റിൽ തന്നെ ഇരുന്ന് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവളപ്പോഴത്തേക്കും വാക്കറിലാണ് അവളെ ഞാൻ ഇരുത്തിയത്. പക്ഷെ അവളങ്ങനെ സമ്മതിക്കില്ല. കുറുക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് കൊടുത്ത് അവിടെ ഇരുന്ന് നമ്മളവിടെ ബുക്ക് വെച്ചിരുന്നാൽ ഓടി നമ്മുടെ മടിയിൽ കയറിയിരിക്കണം. പിന്നെ അവളെ ഒഴിവാക്കിയിട്ടുള്ള പഠിത്തമൊന്നും പറ്റില്ല. കാരണം ഇന്ന് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അന്നേരം പിന്നെ അവൾ നമ്മളെ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. പിന്നെ ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അവളവിടെ ഇരുന്നോട്ടെ, നമ്മുടെ പഠിത്തവും ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വായിച്ചു പോകാം. അങ്ങനെ ഞാൻ അവളെയും വെച്ച് കുറച്ച് നേരം കൂടെ ഇരുന്ന് നോക്കി. പക്ഷെ അവൾക്ക് ഉറക്കം വരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് എന്നെ അവിടെ ഇരുത്തിയില്ല, മര്യാദയ്ക്ക് ഇരുത്തിയില്ല. ഇങ്ങനെ ഡിസ്റ്റർബ് ആക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. ബുക്ക് വേണം, ബുക്കിൽ വരയണം, അതാണ് മെയിൻ ഉദ്ദേശം. ബുക്കിൽ വരഞ്ഞ് വൃത്തിയാക്കണം. വേറെ ബുക്ക് കൊടുത്താലും നമ്മുടെ ബുക്ക് തന്നെ വേണം. അവൾക്ക് നല്ലോണം അറിയാം നമ്മൾ പഠിക്കുന്ന ബുക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു മോളെ ഉറക്കിയിട്ടിരിക്കാം. പിന്നെ നല്ലോണം ഉറക്കം വന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം നോക്കിയത്. നല്ലോണം ഉറക്കമാണെങ്കിൽ കുറച്ചധികം നേരം ഉറങ്ങിക്കോളും. അപ്പോൾ പിന്നെ ഇപ്പം കുഞ്ഞു മക്കളുള്ള അമ്മമാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കുക, എന്നിട്ട് അവർ മാക്സിമം ഉറക്കം വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ഉറക്കം വന്നിട്ട് ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കുറച്ച് ടൈം ഇരുന്ന് നോക്കാൻ പറ്റും. കാരണം അവർ ഉറങ്ങിക്കോളും. പിന്നെ മോളെ ഞാൻ ഉറക്കിയതിന് ശേഷമാട്ടോ ഇരുന്നത്. എന്നിട്ട് ഞാൻ ആ വേൾഡ് ഹിസ്റ്ററീൻ്റെ ബാക്കിയും കൂടെ നോക്കി തീർക്കുക ചെയ്തത്. അതങ്ങ് തീർക്കുവാണെങ്കിൽ പിന്നെ ഒരു തവണയും കൂടെ നോക്കിയാൽ കുറേയൊക്കെ ഓർമ്മ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിനകത്ത് തന്നെ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഡിഗ്രി ലെവൽ എക്സാംസിനും അല്ലെങ്കിൽ അല്ലാത്ത എക്സാംസിനൊക്കെ വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, അതുപോലെയുള്ള പിന്നെ UNO അങ്ങനത്തെ സംഘടനകളൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ ഒരു കാര്യം. അതിൽ നിന്നൊക്കെ എന്താണെങ്കിലും നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതെന്താണെങ്കിലും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ നമ്മളൊരു 2-3 തവണ വായിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒക്കെ ഒന്ന് ഉറപ്പിച്ച് പഠിക്കുമായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ സിലബസ് പെർഫെക്റ്റായിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെവിടെ എത്തില്ല. ഇതൊക്കെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാത്തവരോടാണ് പറയുന്നത്. എന്നെ പോലെ നല്ലോണം സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സെറ്റായി ഇരിക്കുന്നവർക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടാകത്തില്ല. അവർക്ക് റീക്യാപ്പ് ചെയ്താൽ മതിയാവും. ഇനിയും സിലബസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും പെർഫെക്റ്റായിട്ട് സിലബസിന് മാത്രം അരിച്ചു പെറുക്കിക്കൊണ്ട് നിൽക്കാതെ PYQ ഒക്കെ നോക്കിയിട്ട് ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ മുൻതൂക്കം കൊടുത്ത് പഠിച്ച് പിന്നെ MEM മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതിൽ നിന്ന് നമുക്ക് നല്ലൊരു സ്കോറുണ്ട്. പ്രിലിംസ് എക്സാമിനൊക്കെ നമുക്കിവിടെ പ്രിലിംസ് ക്ലിയർ ചെയ്യാനേ ഉള്ളൂ. നമുക്ക് റാങ്കിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ആവണ്ടല്ലോ പ്രിലിംസ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ആ ഒരു രീതിയിലൊക്കെ ഇനിയും പഠിച്ച് മുന്നോട്ട് പോകാത്തവർ ആ രീതിയിലൊക്കെ
പഠിച്ച് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിനി ഇപ്പോൾ ഒരു ഒറ്റ ടോപ്പിക്കൊക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് ആ ഒരു രീതിയിലൊക്കെ പഠിച്ചു. അപ്പം ഞാൻ വേൾഡ് ഹിസ്റ്ററി നോക്കിയതിന് ശേഷം പിന്നെ നോക്കിയത് ഇംഗ്ലീഷാണ്. ഞാൻ ഇംഗ്ലീഷ് PYQൻ്റെ ബുക്കാണ് ഇപ്പോൾ നോക്കുന്നത്. പിന്നെ തീരെ കിട്ടാത്തത് മാത്രം യൂട്യൂബിൽ ക്ലാസ് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഇതിപ്പോൾ ഞാൻ പുറത്തിരുന്നാണ് നോക്കുന്നത്. പുറത്തിരുന്ന് പഠിക്കാൻ ഭയങ്കര രസമാട്ടോ. അകത്ത് തന്നെ നമ്മളിരുന്ന് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പുറത്തിരുന്ന് പഠിക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ എല്ലാവരും ഇങ്ങനെ കണ്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് ഞാൻ അകത്തിരുന്ന് ഇങ്ങനെ നോക്കുന്നത്. റൂമിലിരുന്ന് പഠിക്കുന്നത് നല്ല ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കിങ്ങനെ കറ്റൊക്കെ കൊണ്ട് വെളിച്ചമൊക്കെ കൊണ്ട് പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈ സമയത്ത് പാലും കൂടെ വാങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചു അത്രയും ഒരു ടൈം ഒരു 10-20 മിനിറ്റെങ്കിൽ 10-20 മിനിറ്റ് ആ രീതിയിൽ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചു പുറത്തിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ മാത്സാണ് നോക്കിയത്. മാത്സ് പിന്നെ ഞാൻ മൊബൈലിൽ നോക്കി തന്നെ നോട്ട് എഴുതുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.